അടുത്ത ചോദ്യം, കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് എക്സാം നടന്നപ്പോൾ തന്നെ കുട്ടികൾ പലരും എനിക്ക് ഇട്ട് തന്നു, സാർ ഇതൊന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ഇട്ട് കൊടുത്തു. ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തന്നെ പലരും ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു, സാർ അതിൻ്റെ ഒറിജിനൽ ഒന്ന് ചെയ്ത് കാണിച്ചതാ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇടില്ല, എന്നിട്ട് സ്പെഷ്യലായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ട് തന്നേക്കാമെന്ന് അവർക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 20 ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ 19 ക്വസ്റ്റ്യൻ ഇട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇട്ടില്ലായിരുന്നു, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടുതലുണ്ടാവും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ: ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. ഇതായിരുന്നു ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ നേരിട്ട് ചെയ്തിട്ട് പലർക്കും കിട്ടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൺഫ്യൂഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളിൽ ഒരു 5 വരികളിലും 4 നിരകളുമായിട്ട് നിർത്താൻ പറ്റി. നിങ്ങളുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ എത്ര പിള്ളേരെന്ന് എനിക്കറിയില്ല, അവർ മൊത്തത്തിൽ നിർത്തിയപ്പോൾ 5 വരിയുമുണ്ട് 4 നിരയുമുണ്ട്. അപ്പോൾ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എങ്ങനെയാണ്? 5 × 4 20. അതെപ്പോഴും ഓർത്തുണ്ടാവും. ആ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് വരികളുടെ എണ്ണം ഇൻറ്റു നിരകളുടെ എണ്ണം, അതായിരിക്കും ആ കുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം. ഇപ്പോൾ 10 വരിയുണ്ട് 6 നിരയുണ്ട് എങ്കിൽ 10 × 6 60 കുട്ടികളാണ് അവിടെയുള്ളത്. ആ ഒരു ആശയം മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇനി മാറ്റുകയാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഓർത്തിരുന്നോണം, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണം. ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഇനി വായിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ ആദ്യം വരി എന്ന് പറയുന്ന ആളെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്, നിര എന്ന് പറയുന്ന ആളെ വൈ എന്ന് എടുക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ആകെ കണ്ടുപിടിക്കാൻ ആകെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? എക്സ് × വൈ ആയിരിക്കും. ഇനി ചോദ്യം വായിക്കുമ്പോൾ നമ്മളത് പറഞ്ഞിരിക്കുന്നു, ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന വരിയുടെ കൂടെ 3 കൂടെ കൂടി x+3. മനസ്സിലായോ? ഓരോ വരിയിൽ 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? വരിയിൽ ഒരു വരി കുറവായിരിക്കും എന്ന് വെച്ചാൽ y-1. അപ്പം 3 കുട്ടികളെ ഓരോ വരിയിലും കൂട്ടിയാൽ നിരയിൽ ഒരു നിര കുറയും. ഉണ്ടോ? അപ്പം ഇവിടെ 3 കൂടിയത് കൊണ്ട് ഇവിടെ x+3 എന്ന് കാണിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 3 കൂടിയത് കൊണ്ട് ഇവിടെ x+3 എന്ന് കാണിച്ചു. ഇവിടെ 1 കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് y- എന്ന് കാണിച്ചു. അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ? ഇപ്പോഴും കുട്ടികളുടെ എണ്ണത്തിന് മാറ്റമില്ലല്ലോ. അപ്പം ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടിയേ പറ്റുള്ളൂ? ആകെ കുട്ടികളെ കിട്ടിയേ പറ്റുള്ളൂ. XY ആണ് ആകെ കുട്ടികളുടെ എണ്ണം. എത്ര കണ്ടൊക്കെ വരി നിരയൊക്കെ മാറ്റിയാലും അവർ തമ്മിലുള്ള എണ്ണം ഇൻറ്റു ചെയ്യുമ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടണം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഇക്വേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഓപ്പൺ ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇവിടെ എക്സ് × വൈ, ഈ എക്സ് കൊണ്ട് ആദ്യം വൈ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര? XY എന്ന് വരും. ഇനി എക്സ് കൊണ്ട് -1 ഇൻറ്റു ചെയ്യണം. അപ്പോൾ -x എന്ന് വരും. +3 × y +3y. ഇനി +3 × -1 -3. അപ്പുറത്തുള്ള XY അതുപോലെ തന്നെയാണ്. ഇനി 2 സ്ഥലത്തും ഒരു XY കിടപ്പുണ്ട്. ഇവിടെ ഒരു XY കിടപ്പുണ്ട്, ഇവിടെ ഒരു XY കിടപ്പുണ്ട്. വേണമെങ്കിൽ ഈ +XY നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് -XY എന്നാക്കാം. അപ്പോൾ വെട്ടിപ്പോകും. അല്ലെങ്കിൽ അവിടെ ഇട്ട് തന്നെ വെട്ടാം. രണ്ടും ഒരേ ആളുകളായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വെട്ടിക്കളയുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ XY ഇവിടുത്തെയും XY ഇവിടുത്തെയും നമ്മൾ വെട്ടിക്കളഞ്ഞു. +XY അപ്പുറത്ത് വരുമ്പോൾ -XY ആകും. XY ന്ന് XY കുറച്ചാൽ 0 ആകും. അതാണ് കാര്യം. ഇനി മിച്ചമുള്ള ആരൊക്കെയാണ്? ഇവിടെ ഒരു -x ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് കാണിച്ചു. +3y ഉണ്ട്, അത് ഇങ്ങോട്ട് കാണിച്ചു. ഈക്വൽ കാണിച്ചു. ഇനി അപ്പുറത്തൊന്നും ഇല്ല, ഇവിടെ എല്ലാം വെട്ടിപ്പോയി. ഞാൻ ഈ -3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എത്രയായി? +3 ആയി. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഉണ്ടോ? ഒരു ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചാൽ നമ്മുടെ ക്വസ്റ്റിനകത്തൊരു കാര്യം വരുന്നുണ്ട്. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ വരി x ആണ്, നമുക്കറിയാം വരി x ആണ്. അപ്പം 3 കുട്ടികൾ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ എത്ര? x-3. അപ്പം എന്താണ്? 2 നിരകൾ കൂടെ ഉണ്ടാകും. അപ്പം എന്താണ് നമ്മൾ പറയുന്നു? നിര എന്നുള്ള സ്ഥലത്ത് y+2 എന്ന് കൊടുത്തിരിക്കുന്നു.
അപ്പോഴും നമ്മൾ പറയുന്നു ഇവർ തമ്മിലും ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടണം, എക്സ് വൈ തന്നെ കിട്ടണ്ടേ. വരിയിൽ 3 കുറയുമ്പോൾ നിര 2 കൂടും. അപ്പോഴും നമ്മൾ പറയുന്നു ഇവ തമ്മിൽ ഗുണിച്ചാൽ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണമായ എക്സ് വൈ തന്നെ കിട്ടണ്ടേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പഴയ പോലെ ഓപ്പൺ ചെയ്തോ. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു +2 2x, -3 ഇൻറ്റു വൈ -3y, -3 ഇൻറ്റു -2 +2 -6. അപ്പുറത്തുള്ള എക്സ് വൈ അങ്ങനെ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എക്സ് വൈയും വെട്ടിക്കളയാം. മിച്ചമുള്ള ഇക്വേഷൻ പറ. ഇവിടെ 2x മിച്ചം, അപ്പം 2x കാണിച്ചു, -3y മിച്ചം. ഈ -6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആവും. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇതോ ആദ്യം ഏതാണ് നമ്മൾ എഴുതി -x + 3y. ഈ ഇക്വേഷൻ എഴുതി -x + 3y = 3. ഇനി അടുത്ത ഈ ഇക്വേഷൻ കൂടെ പറയാം എത്ര, 2x - 3y = 3. രണ്ടും കൂടെ കൂട്ടിയാൽ മതി. കാര്യം എന്താ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് ഈ +3y -3y കൂടെ കൂട്ടുമ്പോൾ 0 ആയിപ്പോൾ. അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്ന ആളെ വില കിട്ടും. അതിനാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പം നമുക്കൊന്ന് കൂട്ടി നോക്കാം എങ്ങനെയാണ്. -xഉം +xഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടാം, -xഉം +xഉം കൂടെ കൂട്ടിയാൽ എക്സ് എന്ന് കിട്ടാം. അതല്ല +3y - 3y നമ്മളിപ്പോൾ പറഞ്ഞു വ്യത്യസ്ത ഇന്നാകുമ്പോൾ വലിയ നീർത്ത് കൊടുക്കുമ്പോൾ 3y - 3y 0 എന്ന് കിട്ടാം. ഇവിടെയും കൂട്ടുമ്പോൾ 3 + 6 9 എന്ന് കിട്ടാം. അപ്പോൾ എക്സിൻ്റെ വില 9 എന്ന് കിട്ടി. ഈ എക്സിൻ്റെ വില നമുക്ക് ഈ 2 ഇക്വേഷനിലിട്ട് ഏതിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തേലോ എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുത്ത് -x + 3y = 3. അതിനകത്ത് എക്സിൻ്റെ സ്ഥലത്ത് 9 എന്ന് കൊടുക്കുന്നു. ഇവിടെ -x ആയതുകൊണ്ട് -9 എന്നായിട്ട് മാറും. +3y = അപ്പുറത്തുള്ള 3 തന്നെ. ഞാൻ ഈ 3y ഇവിടെ നിർത്തുകയാണ്. ഈ -9 അപ്പുറത്ത് പോകുമ്പോൾ +9 ആവും. അപ്പോൾ 3 + 9 12 എന്നാവും. അപ്പോൾ y എത്രയായിരിക്കും, 3y ആണ് 12. y എത്രയായിരിക്കും, 12/3 എത്ര കിട്ടും, 4 കിട്ടും. വൈയുടെ വില 4 കിട്ടും. അങ്ങനെ എക്സും കിട്ടി വൈയും കിട്ടി. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ്, ആകെ എത്ര പേരാണ്. നിങ്ങൾ ഏറ്റവും മേളിൽ നോക്കി ഞാൻ വരച്ചിരിക്കുന്നുണ്ട്. ആകെ എന്ന് വെച്ചാൽ എക്സ് വൈ അല്ലേ. എക്സ് എത്രയാണ് 9, വൈ എത്രയാണ് 4. 9 × 4 എത്ര, 36. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന ചോദ്യത്തിൽ കിടക്കുന്ന ഓപ്ഷൻ 36 എന്ന് പറയുന്ന ആൻസർ അങ്ങനെയാണ് വന്നത്. ഇത്രയും വലിച്ചൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇയാൾ ഷോർട്ട് മെത്തേഡ് ചെയ്യും. ഷോർട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്നുമല്ല, നമ്മുടെ അതിനെ തന്നിരിക്കുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ചോദ്യം കണ്ടല്ലോ, നമ്മുടെ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ 24 ആണ്, സെക്കൻഡ് ഓപ്ഷൻ 36 ആണ്, പിന്നെ 48 ആണ്, പിന്നെ 72 ആണ്. 24 ഫാക്ടർ ചെയ്തേ. 24 × 1 12 × 2 8 × 3 6 × 4. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ആദ്യം വന്നിരിക്കുന്ന ആളെ ഏതെങ്കിലും ഒരാളെ നോക്കിയാൽ മതി. ഈ ആദ്യം വന്നിരിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 3ൻ്റെ ഇവിടെ കണ്ടോ, 3 കുട്ടികൾ കൂടുന്നു എന്നൊരു കഥയും പറഞ്ഞിട്ടുണ്ട്, 3 കുട്ടികൾ കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 3 കുറഞ്ഞ് 3 കൂടിയോ വല്ല റിലേഷൻ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിക്കേ. ഇവിടെ 24 ആദ്യം, 24 ആദ്യം കിടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 24 കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് 24 കഴിഞ്ഞാൽ പിന്നെ 3ൻ്റെ വ്യത്യാസമല്ല ഇത്. കണ്ടോ, 12 കഴിഞ്ഞ് 8 വന്നിരിക്കുന്നതും 3ൻ്റെ വ്യത്യാസമല്ല, 8 കഴിഞ്ഞ് 6 വന്നിരിക്കുന്നതും 3ൻ്റെ വ്യത്യാസമല്ല. അപ്പോൾ 3ൻ്റെ വ്യത്യാസം ഇവിടെ വരുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ഇയാൾ എടുക്കാൻ പറ്റത്തില്ല. അതല്ല ഓപ്ഷൻ. കാര്യം 3 കുട്ടികൾ കൂടുതൽ 3 കുട്ടികൾ കുറവെന്ന് പറയുന്ന ആ അംശബന്ധത്തിൽ ഇയാൾ ഈ ഫാക്ടറൈസേഷനകത്തൊന്നും വരില്ല. കണ്ടല്ലോ, തൊട്ടടുത്ത് 2 ആളുകൾ നമ്മൾ വ്യത്യാസം എടുക്കുമ്പോൾ ഒന്നിലും 3ൻ്റെ വ്യത്യാസം ഒന്നിലും കാണുന്നില്ല. രണ്ടാമത്തെ ആൾ 36 എടുത്തേ. 36 × 1 12 × 3 9 × 4 6 × 6. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ 36 × 1 അങ്ങ് വിട്ടുകളഞ്ഞാൽ നോക്കിയേ, 12 9 നമ്മൾ വ്യത്യാസം 3 വരുന്നുണ്ട്, 9 6 നമ്മൾ വ്യത്യാസം 3 വരുന്നുണ്ട്. കണ്ടോ, അപ്പം നമുക്ക് പറയേണ്ട കാര്യങ്ങളെത്തി. അപ്പം നമുക്ക് എടുക്കാം ഇയാളെ. ഇനി നമ്മുടെ കാര്യം നമുക്ക് നോക്കാം എത്രയാണ്. നമ്മൾ പറഞ്ഞ പോലെ അതെ ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കി, നമ്മൾ ഈ 9 × 4 എന്ന് പറയുന്ന ആളെ ബേസ് ആയിട്ട് എടുത്താൽ, നമ്മൾ ഈ ബേസ് എടുത്തു കഴിഞ്ഞാൽ കാര്യം അവിടെ കൂടുതലും കുറവും വേണ്ട കൊണ്ടാണ്. കണ്ടോ, ആദ്യം എന്താണ്, 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്ന് വെച്ചാൽ 9 + 3 എത്രയായിട്ട് മാറി, 12 ആയിട്ട് മാറി. ആ സമയത്ത് ഒരു വരി കുറവായിരിക്കണ്ട, 4 എന്നുള്ളത് ഒരു വരി കുറഞ്ഞ് എത്രയായിട്ട് മാറി, 3 ആയിട്ട് മാറി. ഒന്നാമത്തെ ലൈൻ കറക്റ്റായേ. കണ്ടോ, അതുപോലെ രണ്ടാമത്തത് അവിടെ നിന്ന്, രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് നോക്കിക്കേ നിങ്ങൾ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഈ 9 4 തന്നെയാണ് എടുത്തിരിക്കുന്നത്. 3 കുട്ടികൾ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ 9 എന്നുള്ളത് 6 ആയിട്ട് മാറി. 3 കുട്ടികൾ കുറഞ്ഞാൽ 2 വരി കൂടും. കണ്ടോ, അപ്പം 4 എന്നുള്ളത് എത്രയായിട്ട് മാറി, 6 ആയിട്ട് മാറി. അപ്പോൾ റിലേഷൻസ് എല്ലാം നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഈ ബാക്കി രണ്ടാളെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ ഓപ്ഷൻ നമുക്ക് പറയാം 36 തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് പറയാം.
ഓക്കെ.